പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാടൻ കറികളൊക്കെ കൂട്ടി ഒരു നാടൻ ഉച്ചയൂണ് റെഡിയാക്കിയാലോ. ഇന്ന് ഞാൻ വെള്ളരിക്ക കൊണ്ടൊരു പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ കളയുക, പിന്നെ അതിൻ്റെ വട്ടി കളയണം. പഴുത്ത വെള്ളരിക്കയാണെങ്കിൽ അതിൻ്റെ വട്ടിക്ക് കുറച്ച് പുളി ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ കുരുവൊക്കെ കളഞ്ഞെടുക്കാം. പിന്നെ വട്ടി കഴിക്കുന്ന വട്ടിയാണെങ്കിൽ അതിൻ്റെ വട്ടിയൊക്കെ ഇങ്ങനെ ചെത്തിക്കളയണേ, അല്ലെങ്കിൽ കറിക്കും കൂടെ കയ്പ്പുണ്ടാവും. വെള്ളരിക്കൊക്കെ വൃത്തിയാക്കി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുക. എല്ലാം മുറിച്ച് ചട്ടിയിലിട്ടു. പിന്നെ ഒരു 1.5 സ്പൂൺ ഉപ്പ് ചേർത്തു, 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം. അതിന് കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടിയും ജീരകവും ഒരു 3-4 കാന്താരിയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്തു. പിന്നെ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തു. എല്ലാം കൂടി കറി തിളച്ച് റെഡിയാവട്ടെ. പിന്നെ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. മോര് കറിക്ക് ഉലുവയുടെ ടേസ്റ്റ്, മണവും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ കറി തിളച്ച് വരട്ടെ. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടുന്ന തൈര് ഒഴിച്ച് കൊടുക്കണം. പുളിയൊക്കെ അവരവർക്ക് വേണ്ടുന്ന ഇഷ്ടം പോലെ, നല്ല പുളി വേണം കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കുക. ഇതൊരു മിതമായ രീതിയിൽ 2 തവി ഒഴിച്ച് കൊടുത്തു. പിന്നെ ഉപ്പൊക്കെ നോക്കി ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്താൽ ഉടനെ തീയങ്ങ് ഓഫ് ചെയ്തേക്കണം. തൈര് തിളക്കാൻ പാടില്ല. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കടുക് താളിക്കണം. അതിനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് ചേർത്ത് കൊടുത്തു. ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില, ഇതൊക്കെയാണ് താളിക്കുന്നത്. എല്ലാം കൂടെ താളിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മളെ വെള്ളരിക്ക പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇനി കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് നമ്മൾ വറുത്തെടുക്കണം. ചെറിയ പുയ്യാപ്പിള മീനാണ്. അത് നേരത്തെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ അതും ഒന്ന് വറുത്തെടുത്തു. നമ്മുടെ 2 കറികളും റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് കാണണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്ന് ആ ബെല്ല് കൂടി തൊട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതെപ്പോഴും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ചോറ്, വെള്ളരിക്ക പുളിങ്കറി, പിന്നെ മീൻ വറുത്തത്, ചെറുപയർ പുഴുക്ക്, പിന്നെ ഒരു അച്ചാർ. ഇന്ന് അത്രയേ ഉള്ളൂ.